ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു കന്യകയായ മറിയയുടെ ഉദരത്തിൻ്റെ പരിമിതികളിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് 30-ാമത്തെ തിരുവയസ്സിൽ യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപേണ അവൻ്റെ മേൽ ഇറങ്ങി വന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗീയ ശബ്ദം കേട്ട് ആത്മാവിൻ്റെ ശക്തിയോടെ യോർദാൻ വിട്ട് മരുഭൂമിയിൽ 40 രാവും 40 പകലും ഉപവസിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്ന് കാനാവിലെ കല്യാണ വീട്ടിൽ ആദ്യത്തെ അത്ഭുതത്തിന് തുടക്കം കുറിച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, തുടർന്ന് അന്ധന്മാർക്ക് കാഴ്ച കൊടുത്ത്, ചെകിടന്മാർക്ക് കേൾവി കൊടുത്ത്, ഊമരെ സംസാരിപ്പിച്ച്, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി, മുടന്തരെ മാനിനെ പോലെ തുള്ളിച്ചാടി നടക്കുമാറാക്കി, 5 അപ്പവും 2 മീനും കരങ്ങളിലെടുത്ത് വാഴ്ത്തി വർദ്ധിപ്പിച്ച് 10,000-ങ്ങളായി വർദ്ധിപ്പിച്ച് 10,000-കണക്കിന് പുരുഷാരത്തിന് വിളമ്പി. കടലിൻ്റെ മുകളിലൂടെ പാദങ്ങൾ ഊന്നി നടന്ന് അത്ഭുതങ്ങൾ ചെയ്ത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ വീണ്ടെടുത്ത് വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട് കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ട സ്ത്രീയെ അവളുടെ പാപം വിമോചിപ്പിച്ച് അവളെയും ദൈവരാജ്യത്തിൻ്റെ അംഗമാക്കി തീർത്ത് സമൂഹത്തിൽ വലിയ പ്രവൃത്തികൾ ചെയ്ത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ആഹ്വാനം കൊടുത്ത് ഏറ്റവും ഒടുവിൽ തൻ്റെ സമയ ദൗത്യ നിർവഹണത്തിന്റെ സമയം വന്നപ്പോൾ ഗതശമനയുടെ തോട്ടത്തിൽ അർദ്ധരാത്രിയിൽ പ്രാർത്ഥനാ നിരതനായി തൻ്റെ പ്രാണൻ അതിവേദനയിലായി തൻ്റെ വിയർപ്പുകൾ നിലത്തു വീഴുന്ന ചോരത്തുള്ളി പോലെയായി ആ രാത്രിയിൽ യൂതചുംബനം കൊണ്ട് കാണിച്ചു കൊടുത്ത് പടയാളികൾ അവനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി പല പല കോടതികൾ മാറി മാറി വിധിച്ച് ഗബദായുടെ കൽത്തളത്തിൽ അവന്റെ ശരീരം അടിച്ചു തകർത്ത് പച്ച പൈൻമര കുരിശ് ചുമലിൽ ഏൽപ്പിച്ച് ആ കുരിശും കൊണ്ടവൻ യാത്ര ചെയ്യുമ്പോൾ വീണും എഴുന്നേറ്റും യാത്ര ചെയ്യുമ്പോൾ അടികൾ ഓരോന്നായി മുതുകത്ത് പതിക്കുമ്പോൾ എഴുന്നേറ്റ് നടക്കുവാനുള്ള പ്രാണനില്ലാതെ ശക്തിയില്ലാതെ ജീവനില്ലാതിരിക്കുമ്പോൾ അതുവഴി വയലിൽ നിന്ന് കടന്നു വന്ന കുറേനക്കാരനായ ശിമോനോട്, ശിമോനെ കുരിശിന്റെ അറ്റം താങ്ങുക എന്ന പടയാളികളുടെ ആഹ്വാനത്താൽ ആ കുരിശിന്റെ അറ്റം താങ്ങിപ്പിടിച്ച് കാൽവറി മലയോളം എത്തി മാനവകുലത്തിന്റെ വിമോചനത്തിനും വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായി 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ നസ്രയനായ യേശു ക്രൂശിതനായി.